രാവിലെ നമ്മുടെ കട്ടിംഗ് മെഷീൻ്റെ മെയിൻ പാർട്സ് ഒന്നും വർക്കാവുന്നില്ല. അപ്പം പാലക്കാട് കംപ്ലീറ്റ് സെർച്ച് ചെയ്ത് നോക്കി. കാരണം എമർജൻസി കൊടുക്കേണ്ട കുറച്ച് വർക്കുകളുണ്ടായിരുന്നു. പക്ഷേ പാലക്കാട് അവൈലബിൾ അല്ല. നേരെ 2 വീലറും എടുത്ത് കോയമ്പത്തൂരേക്ക് വിട്ട് കോയമ്പത്തൂർ എല്ലാ മെഷീൻസിൻ്റെയും പാർട്സ് അവൈലബിൾ ആണ്. അപ്പോൾ കോയമ്പത്തൂർ പോകുമ്പോൾ ഒരിക്കലും മടുപ്പില്ല. നല്ല റോഡാണ്, സൈഡ് വ്യൂ അടിപൊളിയാണ്. മഴ ഉണ്ടാവില്ല എന്നാണ് കരുതിയത്, പക്ഷേ പെട്ടെന്ന് മഴ പെയ്തു. അപ്പോൾ തന്നെ 100 രൂപേൻ്റെ 2 കോട്ട് വാങ്ങിച്ചിട്ടു. അതെന്തായാലും 100 രൂപക്ക് കോട്ട് ഇറങ്ങിയത് എന്തായാലും ഇതുപോലെ യാത്രകളിൽ പെട്ടെന്ന് വാങ്ങിക്കാൻ എളുപ്പമാണ്. എന്താണ് സംഭവം എന്നറിയില്ല. അതിൻ്റെ നമ്പർ പ്ലേറ്റ് സുരേഷ് TS എന്നായിരുന്നു. അതെന്തായാലും അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ബസ്സിൻ്റെ കളർ നോക്ക്, എന്തായാലും കണ്ണിൻ്റെ ഒരു കുളിർമയാണ്. കേരളത്തിൽ ഇതേപോലെയുള്ള ബസ്സുകൾ വരട്ടെ. യാത്ര ചെയ്യുമ്പം കാണുമ്പം തന്നെ ഒരു സുഖമല്ലേ. അങ്ങനെ ഇതാ നമ്മൾ കോയമ്പത്തൂർ മാർക്കറ്റിലേക്ക് എത്തി. അവിടെ പോത്തീസ് ഉണ്ട്, ചെന്നൈ സിൽക്സ് ഉണ്ട്. ചെന്നൈ സിൽക്സ് കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷേ ഡ്രസ്സിങ് സെൻസ് രണ്ടും രണ്ടായതുകൊണ്ട് തന്നെ അവർക്ക് കൂട്ടിപ്പോകേണ്ടി വന്നു. കോയമ്പത്തൂർ ഓരോ പാർട്ടായിട്ട് പല പല ആവശ്യങ്ങൾക്കായിട്ടുള്ളതാണ്. നമ്മൾ ഈ പോയിരിക്കുന്നത് നമ്മുടെ മെഷീൻസിൻ്റെ പാർട്സ്, ഇലക്ട്രിക്കൽ ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സ്ഥലത്താണ്. നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 2 മണിയായി. നല്ല വിശപ്പായിരുന്നു. വഴിക്കാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ആഫ്രിക്കൻ പായൽ നീക്കം ചെയ്യുന്നു. എന്തായാലും ഇങ്ങനെ കേരളത്തിലും ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ചീന വിലയിട്ട ഒരുപാട് പേര് ഈ ഒരു ആഫ്രിക്കൻ പായൽ കാരണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. തിരിച്ചു വരുന്ന വഴിയാണ് ചെക്കിങ് കണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെയുള്ള ചെക്കിങ്ങിൽ നമുക്ക് ലഹരി വസ്തുക്കളൊന്നും പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. ഇത്തരത്തിലുള്ള ചെക്കിങ്ങുകളൊക്കെ നിർത്തലാക്കിയിട്ട് മെറ്റൽ ഡിറ്റക്ടർ പോലെ ഡ്രഗ്സ് ഡിറ്റക്ടർ കൊണ്ടുവരണം. അത് ഗവൺമെൻറ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ താല്പര്യം കാണിക്കണം. ഇൻഫ്രയിലെ കാറ്റാടി കണ്ടത്, അതിലൊന്നും അനങ്ങുന്നില്ല. അത് മായാമോഹിനിയിലെ അഡ്വക്കേറ്റ് ലക്ഷ്മി ആണോ ഫിക്സ് ചെയ്തതെന്ന് അറിയില്ല കേട്ടോ. ട്രാഫിക് ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് പ്രതീക്ഷയിൽ നേരത്തെ എത്തി. നിങ്ങൾക്ക് എന്തെങ്കിലും മെഷീൻസിൻ്റെ പാർട്സ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ.